പ്രഭാത വന്ദനങ്ങൾ. ഒരിക്കലെ ബാംഗ്ലൂരിൽ ഒരു ട്രാഫിക്കിൽ പെട്ട് കിടക്കുമ്പോൾ തൊട്ടടുത്തിരുന്നൊരു വാഹനം, ഒരു ട്രെയിലർ ലോറിയെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അതിനകത്തൊരു വാഹനം കയറ്റിയിരിക്കുന്നത് കണ്ടു. കാറാണ് അതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ കാറ് മാത്രമല്ല, കാറിനകത്ത് ഡ്രൈവർ സീറ്റിൽ ഒരു ഡ്രൈവറും ഇരിപ്പുണ്ടായിരുന്നു. വാഹനം എവിടുന്നോ കേടായിട്ട് നന്നാക്കുവാനായിട്ട് കൊണ്ടുപോയതായിരുന്നു. എന്നാൽ ഡ്രൈവർ ഇരിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് അവിടെ ഇരുന്നത്. കാരണം അദ്ദേഹമല്ല വണ്ടി ഓടിക്കുന്നത്. കാരണം വണ്ടി ഓടിക്കുന്ന ആ ട്രെയിലറിൻ്റെ ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ വളരെ ട്രാഫിക്കിലും വളരെ റിലാക്സ്ഡ് ആയിട്ട് അദ്ദേഹം ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. സങ്കീർത്തനങ്ങൾ 23 നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം ദാവീദ് എഴുതിയിരിക്കുന്നു: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥമായ വെള്ളത്തിനരികിലേക്ക് അവൻ എന്നെ നടത്തുന്നു. ശരിക്കും നമ്മൾ ഈ ഷീപ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ആടുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് കിടക്കാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം അവർ ഒത്തിരി ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡൻ്റ് ആണ് അവർക്കൊന്ന് കിടക്കുവാനായിട്ട്. കാരണം അത്രമാത്രം ഭയമുള്ള ഒരു ജീവിയാണ് ഈ ഷീപ്സ് എന്ന് പറയുന്ന ചെമ്മരി ആടുകൾ. അപ്പോൾ ഒരു ഷെപ്പേർഡിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ആടുകളെ അവരെ പരിപോഷിപ്പിച്ച് നല്ല ഭക്ഷണം കൊടുത്ത് തൃപ്തി വരുത്തി അവർക്ക് കിടക്കുവാൻ തക്കവണ്ണമുള്ള സുരക്ഷിത ബോധം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ആട്ടിടയൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇവിടെ ദൈവം നമ്മളെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവമായിട്ടുള്ള തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ യേശു, നമ്മുടെ ആട്ടിടയൻ, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മളെ പരിപോഷിപ്പിച്ച് നമുക്ക് സ്വസ്ഥത നൽകി നമുക്ക് തൃപ്തി വരുത്തി നമ്മുടെ ഭയങ്ങളിൽ നിന്നും ആകുലതകളിൽ നിന്നൊക്കെ നമ്മളെ വിടുവിച്ച് നമുക്ക് വിശ്രമം തരുന്ന, സ്വസ്ഥത തരുന്ന ഒരു നല്ല ദൈവമാണ്. അതുകൊണ്ട് തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 10:27 പറയുന്നത് പോലെ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നല്ല ഇടയനായിട്ടുള്ള ആ കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മൾ വരുമ്പോൾ വളരെ സ്വസ്ഥമായിട്ടുള്ള ഈ ലോകത്തിൽ കാണുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് നമ്മളെ അഫക്റ്റ് ചെയ്യാത്തവണ്ണം വളരെ സ്വസ്ഥമായിട്ട് കർത്താവിനൊരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നല്ലൊരു പ്രഭാതം അങ്ങ് ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവേ, സ്വസ്ഥതയോടുകൂടി അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കാൻ തക്കവണ്ണം കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തൃപ്തി വരുത്തുന്നതിനായിട്ട്, ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനായിട്ട്, ഞങ്ങളുടെ എല്ലാ ആകുലതകളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ ഭയത്തിൽ നിന്നും അങ്ങ് ഞങ്ങളെ വിടുവിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങ് നന്ദി പറയുന്നു. അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നന്ദി. എല്ലാ മാനവും മഹത്വവും യേശുവിന്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.